ഹരേ കൃഷ്ണ. സർവശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ഇനി നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് യുഗങ്ങളെ പറ്റിയാണ്. യുഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു കാലയളവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് 4 യുഗങ്ങളെ പറ്റി അല്ലെ? സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഈ ഓരോ യുഗങ്ങൾക്കും ഓരോ കാലയളവുണ്ട്. അതിൽ ചെയ്യേണ്ട ഓരോ പ്രവൃത്തികളുമുണ്ട്. അതിൽ സത്യയുഗത്തിന് 1,00,000 വർഷങ്ങളാണ് സത്യയുഗത്തിലുള്ളത്. സത്യയുഗത്തിൽ നമ്മൾ മോക്ഷമാർഗം എന്ന് പറയുന്നത് ധ്യാനമാണ്, മെഡിറ്റേഷൻ. അതുപോലെ ആ യുഗത്തിലുള്ള ആൾക്കാരുടെ ആയുസ് എന്ന് പറയുന്നത് 1,00,000 വർഷമാണ്. അതുപോലെ തന്നെ ത്രേതായുഗത്തിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ഒക്കെ അവതാരം നടന്ന ആ ഒരു ത്രേതായുഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആയുസ് 10,000-ആയി ചുരുങ്ങുകയാണ്. അതോടുകൂടി അവിടെ ചെയ്യേണ്ട പ്രോസസ്സ് യാഗവും യജ്ഞവും ഒക്കെ ആയി മാറി. അതിനുശേഷം നമ്മൾ നേരെ ദ്വാപരയുഗത്തിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശ്രീകൃഷ്ണ ഭഗവാന്റെയൊക്കെ അവതാരം നടന്ന ആ ഒരു യുഗത്തിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ കാലയളവ് 1000 വർഷത്തിലേക്ക് ചുരുങ്ങി. അപ്പോൾ അവിടെ ചെയ്യേണ്ടത് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ യാഗവും യജ്ഞവും, അതോടൊപ്പം തന്നെ വിഗ്രഹാരാധനയും അല്ലെങ്കിൽ ടെമ്പിൾ വർഷിപ്പ്, ക്ഷേത്ര ആരാധനയും തുടങ്ങി. അതേപോലെ തന്നെ നമ്മൾ പിന്നെ ഏറ്റവും അവസാനത്തെ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ കലിയുഗത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ ആയുസ് എന്ന് പറയുന്നത് 100 വർഷമായി ചുരുങ്ങി. പക്ഷെ അത് 100-ൽ നിന്ന് വീണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കൊക്കെ അറിയാം. പിന്നെ അവിടെ ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു യുഗത്തിലുള്ള പ്രോസസ്സ്, ധ്യാനമോ യാഗമോ യജ്ഞമോ ക്ഷേത്ര ആരാധനയോ ഒക്കെ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് കലിയുഗത്തിൽ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ശരിക്കും ശരിക്കും ശ്രീമദ് ഭാഗവതം അനുസരിച്ചിട്ടും മറ്റുള്ള പുരാണങ്ങൾ അനുസരിച്ചിട്ടും പറയുന്നത് കലോ ഹരികീർത്തനെ എന്നാണ് പറയുന്നത്. അപ്പം ഹരിനാമ കീർത്തനം, ഹരിനാമ സങ്കീർത്തനം ഒന്ന് മാത്രമേ കലിയുഗത്തില് ഒരു വഴിയുള്ളൂ. അപ്പം ഹരിനാമ കീർത്തനം ജപിച്ചാൽ മാത്രം കലിയുഗത്തിലുള്ള ജനങ്ങൾക്ക് മോക്ഷം കിട്ടും. അപ്പോൾ ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമൈവ കേവലം കലവ് നാസ്തീവ 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 ഗതിരന്യത എന്നാണ്. കലിയുഗത്തിൽ ഹരിനാമ കീർത്തനമല്ലാതെ മറ്റൊരു മാർഗവുമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ടുള്ള യോഗ്യതയുള്ളവരും അപ്പൊ അത് ചെയ്യാനായിട്ടുള്ള സമയവും കലിയുഗത്തിൽ ആർക്കുമില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ കലിയുഗത്തില് എല്ലാവർക്കും എന്താണ് ചെയ്യാൻ പറ്റുന്ന, വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരേ ഒരു പ്രോസസ്സാണ് ഹരിനാമ സങ്കീർത്തനം. അതുകൊണ്ടാണല്ലോ നമുക്ക് ഈ 16 വാക്കുകളുള്ള ഈ മന്ത്രം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രം ഭഗവാൻ ചൈതന്യ മഹാപ്രഭു നമുക്കായിട്ട് ഉപദേശിച്ചു തന്നതും നമ്മളുടെ ആചാര്യ പരമ്പരയിൽ കൂടെ നമുക്കത് കിട്ടിയതും. അപ്പൊ എല്ലാവരും ഹരിനാമം ജപിക്കുക, അതുപോലെ തന്നെ പ്രചരിപ്പിക്കുക. ഹരേ കൃഷ്ണ. സർവശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.